കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ആ വിശാല ഹൃദയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ അടുത്തിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള 5 സംസ്ഥാനങ്ങളാണുള്ളത്. അതിലേറ്റവും പ്രമുഖമായിട്ടുള്ളത് വെസ്റ്റ് ബംഗാൾ ആയിരുന്നു, പിന്നെ തമിഴ്നാടായിരുന്നു, പിന്നെ ആസാം ആയിരുന്നു, പിന്നെ പുതുച്ചേരി ആയിരുന്നു, ഏറ്റവും ഒടുവിൽ കേരളമായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്കറിയാം വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസ്സിന് വലിയ റോളൊന്നുമില്ല. അവർ അവിടെ NDAയും അതുപോലെ തന്നെ മമതാ ബാനർജിയുമായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അതിൽ NDA വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്നു, 200-ലധികം സീറ്റുകൾ നേടി. മമതാ ബാനർജിയുടെ TMC എന്ന് പറയുന്ന പാർട്ടി 80 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അതേസമയം നമുക്ക് ആസാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായത്. അവിടെ അടപടലം കോൺഗ്രസ് തകരുകയും അവിടെ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുള്ള BJPയിലേക്ക് മാറിപ്പോയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ വലിയ വിജയം നേടുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അവിടെയും കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ഒന്നും തീരുമാനിക്കാനില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. പിന്നെ നമുക്കറിയാം പുതുച്ചേരിയാണ്. പുതുച്ചേരിയിൽ ഇതുപോലെ തന്നെ NDA ആണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. കോൺഗ്രസിനൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു നേതാവ്, അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുകയും അദ്ദേഹം NDAയുടെ ഭാഗമാകുകയൊക്കെ ചെയ്തു. അദ്ദേഹവും ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. അപ്പോൾ അതുകൂടാതെ പിന്നെയുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ നമുക്കറിയാം അവിടെ വിജയാണ് കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും 108 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. അപ്പോൾ 12 സീറ്റുകൾ കൂടി CPMഉം അതുപോലെ CPIയും അതുപോലെ കോൺഗ്രസിന് അവിടെ 5 സീറ്റുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അത് DMKയുടെ ഒപ്പം നിന്നതാണ്. പക്ഷേ ബാക്കിയുള്ള പാർട്ടികളൊക്കെ തന്നെ VCKയും അതുപോലെ CPMഉം CPIയും മുസ്ലിം ലീഗും ഒക്കെ DMKയുടെ ഒപ്പം നിന്നാണ്. പക്ഷേ അവരൊക്കെ DMKയോടും സ്റ്റാലിനോടും ഒക്കെ ചർച്ച നടത്തിയതിന് ശേഷമാണ് TVKയെ പിന്തുണക്കാൻ തീരുമാനിച്ചത്. പക്ഷേ കോൺഗ്രസ് വളരെ ഡീസൻ്റ് ആയതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ചർച്ചയൊന്നും നടത്താൻ തയ്യാറായില്ല. കോൺഗ്രസിന് കിട്ടിയ ഒരു ചാൻസ് എന്നുള്ളതിലേക്ക് കോൺഗ്രസ് അപ്പം തന്നെ DMKനെ വിട്ടിട്ട് എന്ത് ചെയ്തു, നേരെ TVKയുടെ പുറകെ ഓടുകയും അവിടെ 2 മന്ത്രിമാർ അവർ അധികാരത്തിലേൽക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വളരെ വിശാല ഹൃദയനായതുകൊണ്ട് സ്വന്തം വീട്ടിൽ കഞ്ഞിയില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പുറത്തെ വീട്ടിൽ എന്ത് ചെയ്യണം, നമ്മൾ കഞ്ഞി വെച്ച് കൊടുക്കണം എന്ന് പറയുന്ന പോളിസിക്കാരനായതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഈ പറയുന്ന വിജയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹം അവിടെ അവരെ ആശീർവദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ കാണണം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വലിയ വിജയം കരസ്ഥമാക്കിയ ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ. ആ സ്റ്റേറ്റിൻ്റെ പേര് കേരളം എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 അംഗ നിയമസഭയിൽ ഏതാണ്ട് 102 സീറ്റുകളും നേടി വിജയിച്ചിട്ടുള്ളത് UDF ആണ് എന്നറിയാം. അതിൽ തന്നെ കോൺഗ്രസ്സിന് 63 സീറ്റുകളുടെ അവരുടെ ചരിത്രത്തിൽ എക്കാലത്തെയും വലിയ വിജയം സമ്മാനിക്കപ്പെട്ടത് ഇവിടെയാണ്. പക്ഷേ ഇവിടെ മാത്രം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ്സിന് സമയം കിട്ടിയിട്ടില്ല. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാർ എല്ലാം തന്നെ അവരോധിക്കപ്പെടുകയും അവരുടെയൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് ലഡുവും പായസമൊക്കെ കുടിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം സ്വന്തം പാർട്ടിയുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്ന വിശാല ഹൃദയം അവർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അത് കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിൻ്റെ വലിയ സൗന്ദര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന സിന്ധു സൂര്യകുമാറിൻ്റെ ഒരു എഡിറ്റോറിയൽ ഉണ്ട് ഏഷ്യാനെറ്റിൽ. അതിൽ സിന്ധു സൂര്യകുമാർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, ദൈവമേ ഇത്രത്തോളം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇത്രത്തോളം കൊടുക്കല്ലേ കോൺഗ്രസ്സിന്, കുറച്ചൊന്ന് കുറക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കുറച്ചാൽ നമുക്കും കൂടി ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയാലേ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം ഇവിടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വളരെ കൂടുതലായതുകൊണ്ട്, കോൺഗ്രസ്സിൽ അത് വളരെ വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടില്ല. ഇനി എന്ന് വരുമെന്നറിയില്ല. 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ചാർജുള്ള ദീപാദാസ് മുൻഷിയൊക്കെ പറയുന്നത്. ഏത് 23-ാം തീയതിയാണ്? എല്ലാ മാസവും 23-ാം തീയതി ഉണ്ടല്ലോ എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ പിണറായി വിജയൻ തന്നെ വീണ്ടും കാവൽ മുഖ്യമന്ത്രിയെ എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് അറിയില്ല. അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഒരു സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലും വലിയ വിശാലമായിട്ടുള്ള ജനാധിപത്യ സംസ്കാരം കാണണമെങ്കിൽ നമ്മൾ കാണേണ്ടത് വിവിധ സ്ഥലങ്ങളിൽ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനം നടക്കുന്നു എന്ന് മാത്രമല്ല, KC വേണുഗോപാലിനെയൊക്കെ തന്നെ അങ്ങേയറ്റം ഭർഷിച്ചുകൊണ്ടും വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടക്കുകയും KC വേണുഗോപാൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ തോൽപ്പിച്ച് കളയും എന്നൊക്കെ പറയുകയും ചെയ്തു. ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കും KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അത് BJPക്കാരാണ്. സത്യമായിട്ട് അങ്ങനെയല്ല. അദ്ദേഹം BJPയിലേക്കൊന്നും പോയിട്ടില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2ാമത്തെ പോസ്റ്റാണെന്ന് ഉദ്ദേശിക്കണം. അദ്ദേഹം ഇങ്ങോട്ട് വന്നാലാണ്, ഇരിക്കൂറിൽ വന്നാൽ 3.5 തരം ഞങ്ങൾ പൊട്ടിച്ച് കൈ കൊടുക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നാൽ ആലപ്പുഴയിലുമൊക്കെ തന്നെ അത്തരത്തിലുള്ള ഈ പ്രകടനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ VD സതീശനെ അനുകൂലിക്കുന്ന വിമല ബിനുവിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പുണ്ട്, സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്, VD സതീശന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ഗ്രൂപ്പ്. അതിൽ VD സതീശൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ സ്റ്റാഫുകളടക്കമുള്ള ആളുകളൊക്കെ തന്നെ വളരെ നിശിതമായി ഈ KC വേണുഗോപാലിനെ കുറിച്ചുള്ള വൃത്തികേടുകളൊക്കെ തന്നെ പറയും. അത് പ്രചരിപ്പിക്കാൻ
ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ സ്വന്തം പാർട്ടിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ അദ്ദേഹം ഒരു വെള്ളാപ്പള്ളി നടേശൻ അനുകൂലിയാണെന്നും അദ്ദേഹം ഒരു ഹിന്ദു വർഗീയവാദിയാണെന്നും അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണെന്നും ഒക്കെയുള്ള പ്രക്ഷോഭങ്ങൾ കൂടി ആക്കാൻ കൂട്ടിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് സഹിക്കാം, ഇതൊക്കെ പോട്ടെ എന്ന് നോക്കാം. ഇതെല്ലാം കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരാൾ അദ്ദേഹം AKANയുടെ സ്റ്റാഫായിരുന്നു എന്നാണ് പറയുന്നത്. ആ AKANയുടെ സ്റ്റാഫ് വന്നിട്ട് പറയുന്നത് ഇവൻ വെറും കള്ളനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവിൻ്റെ ഈ പറയുന്ന ഒരു ഫ്ലെക്സിൻ്റെ മുകളിലേക്ക് അയാൾ തുപ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തുപ്പൽ പോലും കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിൻ്റെ തുപ്പൽ സൗന്ദര്യമായിട്ട് കോൺഗ്രസിൻ്റെ ആളുകൾ കണക്കുകൂട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ മറ്റൊരു സ്ഥലത്ത് നോക്കുമ്പോൾ ആ ചവിട്ടുകയും ഇവൻ വെറും കള്ളനാണ്, ഇവരൊന്നും ജയിപ്പിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത്, മറ്റൊരു സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഒരു ഫ്ലക്സ് കീറുന്നു, ഈ പറഞ്ഞ പോസ്റ്റർ കീറാൻ വേണ്ടി ശ്രമിക്കുന്നു. പോസ്റ്റർ അപ്പോൾ കെ സി വേണുഗോപാലിനെയാണ്. നോക്കുമ്പോൾ അതിൻ്റെ താഴെ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കൂടിയുണ്ട്. എന്തുമ്മൻചാണ്ടി ഏതുമ്മൻചാണ്ടി, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമല്ലേ. ഉമ്മൻചാണ്ടിയുടെയും പോസ്റ്റർ കീറുന്നു, അതിന് താഴെ അപ്പോൾ രമേശ് ചെന്നിത്തലയുടെയും പോസ്റ്റർ ഉണ്ട്, അതും കൂടി ഇവർ വലിച്ചു കീറുന്നു. അങ്ങനെ അഴകെപ്പാടെ വലിയ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി ആരെങ്കിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഈ സൗന്ദര്യം നമ്മൾ കാണേണ്ടി വരും. ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറായിക്കൊള്ളണം. തയ്യാറാകുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ അവരുടെ ജാഥ നടക്കുമ്പോൾ, പ്രകടനം നടക്കുമ്പോൾ ആ സൈഡിൽ കൂടിയൊന്നും പോകരുത്. 2 അടി കിട്ടിയാലും നമുക്ക് സഹിക്കാം, പക്ഷെ അതിനേക്കാളൊക്കെ മഹാവൃത്തികേടായിരിക്കും ജനാധിപത്യത്തിൻ്റെ തുപ്പൽ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മറന്നു പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടോപ്പിക് കഴിഞ്ഞു. ഇത് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള കാര്യമാണ്. താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്കൊരു മെമ്പർഷിപ്പ് സ്കീം യൂട്യൂബ് നൽകുന്ന ഓരോ ഓപ്ഷനാണ്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെവൽ 1 എന്ന് പറഞ്ഞാൽ 179 രൂപയാണ്, ലെവൽ 2 എന്ന് പറയുന്നത് 359 രൂപയാണ്, ലെവൽ 3 എന്ന് പറയുന്നത് 799 രൂപയാണ്. ഇത്തരത്തിൽ മെമ്പർഷിപ്പ് എടുക്കാത്തതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ ജോയിൻ എന്ന് പറയുന്ന ബട്ടണുണ്ട്, അത് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് സ്കീമിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൊണ്ട് സാധ്യമാകുന്ന എമൗണ്ടുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് മന്ത്ലി ഉള്ളൊരു സ്കീമാണ്. ഇതെടുത്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്നും നമ്മുടെ ചാനലിലൂടെ സത്യങ്ങൾ അറിയണമെന്നും ഒക്കെ താല്പര്യമുള്ളവർക്ക്, അങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. രണ്ടാമതൊരു കാര്യമുള്ളത്, അതല്ല, നിങ്ങൾക്ക് ഒരൊറ്റ തവണത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ താഴെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഫിനാൻഷ്യൽ സഹായങ്ങൾ ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. ചില ആളുകളൊക്കെ തന്നെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സാർ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാനൽ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ടൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം മാത്രം എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊന്നും നമുക്കിത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. വലിയ തോതിൽ എക്സ്പെൻസ് ആവശ്യമുള്ളൊരു കാര്യമാണ്, റിസർച്ച് ആവശ്യമുള്ളൊരു കാര്യമാണ്, കൂടുതൽ ആളുകൾ വേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്ന തെറ്റായ കാര്യങ്ങളൊക്കെ തന്നെ പൊളിച്ചെടുക്കണമെങ്കിൽ നിരവധി സമയം നമ്മൾ അതിൻ്റെ പുറത്ത് ചിലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത്. കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകൾ മുഴുവനായും കണ്ടുകൊണ്ടും അതിനെ കമൻറ്റുകൾ ചെയ്തുകൊണ്ടുമൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു വെക്കട്ടെ.